Good morning and Sydney Retired Boys in the vlog നമ്പർ 16. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കാതറിൻ വിടുകയാണ്. കാതറിൻ ഇനി പോകുന്നത് കക്കാടു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഇതാണ് നമ്മളെ ഹെഡ് കാറ്. പിന്നെ ഇവിടുന്ന് അബൌട്ട് 3 hours പ്ലസ് ഡ്രൈവിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ അവിടുന്ന് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഓൾ ഗുഡ്, ചിയേഴ്സ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് ട്രക്സ്, അതായത് ഇവിടെ റോഡ് ട്രെയിൻ എന്ന് പറയും അതിന്, അതാണ്. ഈ നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ രണ്ട് ഭാഗത്തും തീ പിടിച്ച ആഷും ബ്ലാക്ക് ഫിനിഷ് ആയിട്ടൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഫോറസ്റ്റ് ഫയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഏരിയയിൽ കാങ്കുറുവും കൂടി ഉണ്ട്. ഞങ്ങൾ ഒരു നിയർ മിസ് ഒരു കാങ്കുറു സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതുകൂടി കുതിച്ച് വരികയായിരുന്നു കാറിൻ്റെ അടുത്തോട്ട്. പക്ഷേ നമ്മൾ സ്പീഡ് കൂട്ടി തട്ടാതെ മുട്ടാതെ രക്ഷപ്പെട്ടു അവിടുന്ന്. ഒരു ചെറിയ അത്ര വലിയ സൈസുള്ള കാങ്കുറു ആയിരുന്നില്ല. അപ്പോൾ ഈ റിസ്ക്കൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളെ ഫ്രണ്ട് ശ്രീകുമാർ വളരെ വളരെ എന്താ പറയണ്ട, ഒരു ഏബിൾ പേഴ്സൺ ഓൺ ദ വീൽ. സോ അതുകൊണ്ട് ധൈര്യത്തിൽ ഞങ്ങൾ മാനേജ്ഡ്. കക്കഡു നാഷണൽ പാർക്കിൻ്റെ ഡയറക്ഷനാണിത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജബിറു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി അവിടെ ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അവിടുന്ന് ഈ പല ബ്രോഷേഴ്സൊക്കെ കണ്ടുപിടിച്ച് അതിൽ നമ്മൾ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടിട്ട് മാർക്ക് ചെയ്ത് അങ്ങനെ ആ ഡയറക്ഷനിലോട്ട് നീങ്ങാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം എന്തൊക്കെയാണ് കാണേണ്ട സംഭവങ്ങളുള്ളത്, വാട്ടർഫോൾ, അത് ഇത്, പിന്നെ പല സംഗതികളും നമുക്ക് അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഗൈഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഹൗ വി വർക്ക്ഡ് ഓൺ ദിസ് പ്രൊജക്റ്റ്. പുറത്ത് പല ക്ലൗഡും ഒക്കെ കാണാം നമുക്ക് ആകാശത്ത്. പക്ഷേ ഒന്നും ഒരു റെയിൻ കൊണ്ടുവരുന്നതായ ക്ലൗഡായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഡ്രൈ പുല്ലുകളും ഒക്കെയാണ് സൈഡിലൊക്കെ കാണുന്നത്. സോ ഇറ്റ് ലുക്സ് ലൈക്ക് ഡ്രൈ. പിന്നെ നല്ല ചൂടും ഉണ്ടല്ലോ. പിന്നെ ഇതിൽ ഇപ്പം നമ്മൾ ടൂറിസ്റ്റുകൾക്ക് കാണാനുള്ള പലതും ഈ മാപ്സിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം എവിടേക്കാണ് പോകേണ്ടത്. ഇതൊക്കെ അബോർജിൻ സെറ്റിൽമെൻറ്റും പിന്നെ കുറേ ക്രോക്കഡൈലിൻ്റെ പ്രദേശമാണ്. ഇപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോകുന്നത് ഒരു ക്രോക്കഡൈൽ ലൈവായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു വാലി, അവിടെ കുറേ വെള്ളം അതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സോ വളരെ അധികം ആൾക്കാർ അവിടെ ടൂറിസ്റ്റുകൾ വന്നിട്ട് ക്രോക്കഡൈലിനെ നേരിട്ട് കാണുന്ന ഒരു സ്പോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ. അവിടെ നമുക്ക് ക്രോക്കഡൈലിനെ കാണാം. പിന്നെ മീൻ പിടിക്കുന്നതും, പിന്നെ അതേ സ്പോട്ടിൽ കുറേ ആൾക്കാർ വന്ന് അതിനെ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ടൈം പാസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോ ആസ് വി ഗോ. ചില സ്പോട്ടുകളിൽ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ എടുത്തു. പിന്നെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ സെൻറ്ററിലേക്കുള്ള എൻട്രൻസിലുള്ള ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ ഈ വെള്ളത്തിലാണ് ഞങ്ങൾ ക്രോക്കഡൈൽസിനെ കണ്ടത്. ഞങ്ങൾ
കൗണ്ട് ചെയ്ത് ഒരു 18 കണ്ടു. ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ വായ തുറന്നിങ്ങനെ കിടക്കും അകത്ത്. അവനെ മീനിനെ അട്രാക്റ്റ് ചെയ്യാനുണ്ട്, അത് മീനിനെ പിടിച്ചോളും തനിയെ. പിന്നെ ഇതിൽ ചില ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വന്ന ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അടുത്തുള്ള റോക്സിൻ്റെ മുകളിലൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. അവർക്കൊക്കെ പേടി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതൊക്കെ ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് കാര്യങ്ങളാണ്. കുറച്ച് കഴിഞ്ഞ ചുറ്റും ഇങ്ങനെ നോക്കിയപ്പം ഒരു സ്പോട്ട്, അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഫെറ്റൽ സംഭവം ഉണ്ടായിരുന്നു, ഒരു ക്രോക്കഡൈൽ ഒരാളെ അവിടെ കൊന്നു എന്നുള്ളത്. ആ ഒരു ഡേഞ്ചർ സോണാണത്. അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നതും കണ്ടു. പിന്നെ ഇതെങ്ങനെയാണ് എവിടുന്ന പെട്ടെന്ന് വരിക എന്നുള്ളതാണ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് ആൾക്കാർ സ്റ്റിൽ അവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് ഈ വെള്ളത്തിൻ്റെ കളർ ഒരു ഒരു മിക്സ്ഡ് മടി കളറാണ്. മീനിനെ എങ്ങനെയാണ് പിന്നെ മീനിനെ എങ്ങനെയാണ് ഈ ക്രൊക്കഡൈൽ കാണുന്നത് എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അവരെ വെള്ളത്തിൻ്റെ പകുതി മുങ്ങി പൊന്തി അങ്ങനെ മീനിനെ പിടിക്കുന്നുണ്ടെന്നാണ് അറിവ്. ഈ ഇത്രയും സർവൈവ് വേണ്ടിക്ക് അത്രയും മീനുകൾ അവിടെ ഉണ്ടാവുകയാണല്ലോ. ദാറ്റ് ഈസ് അനദർ പോയിന്റ്. ഈ മഴയില്ലാതെ മഴവെള്ളം പോലെ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ സർപ്രൈസ്ഡ്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ മെയിൻ ഇൻഹാബിറ്റൻസ് ഇവന്മാർ തന്നെയാണ്, ക്രോക്കഡൈൽസ് തന്നെയാണ്. പിന്നെ ചില ലോക്കൽ അബോർജിൻസ് അവരെ വണ്ടി ഓടിച്ച് ഈ വെള്ളത്തിലൂടെ അപ്പുറവും ഇപ്പുറവും ക്രോസ് ചെയ്യുന്നതും ഞങ്ങൾ കണ്ടു. സോ ദിസ് ഈസ് പാർട്ട് ഓഫ് ദെയർ ലൈഫ് സ്റ്റൈൽ. ക്രോക്കഡൈൽസിനൊക്കെ അങ്ങനെ കണ്ടു പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വേറൊരു സ്പോട്ടിലോട്ട് യാത്രയായി. അവിടുന്ന് വോക്കബിളിലാണ്. ഈ സ്ഥലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ റോക്ക് ആർട്സ് ചെയ്തിട്ടുണ്ട്. അതായത് കല്ലിൻ്റെ മുകളിൽ പണ്ടുള്ള ബോർജൻസ് ആർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ, നമ്മളെ സ്കെൽട്ടൺ ടൈപ്പ് ഡയഗ്രാം ചിത്രങ്ങളാണ് അവർ വരച്ചിരിക്കുന്നത് റോക്കിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കിയ കളറ് സ്റ്റോൺസിനെ കൊണ്ടാണ്. പല റെഡ് കളർ സ്റ്റോൺസ്, ബ്ലാക്ക് കളർ സ്റ്റോൺസ്, പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയുള്ള ആ പൗഡർ ആക്കിയിട്ട് അതിനെ എന്തോ ബേസ് ഉപയോഗിച്ച് അതിനെ പെയിൻ്റ് ആക്കിയിട്ട് ആ പെയിൻറ് കൊണ്ട് വരച്ചതാണ്. ആ ഒരു ടെക്നോളജി ഇപ്പോഴും അവർ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് സത്യം. ഈ റോക്കിൻ്റെ മുകളിൽ അവർ എങ്ങനെ കയറി, എങ്ങനെ എന്ത് സപ്പോർട്ടിലാണ് അതൊക്കെ വരച്ചിരിക്കുന്നതെന്ന് അറിയില്ല. വളരെ സിമ്പിൾ പിക്ചേഴ്സാണ്, ഇമേജസ്. ആൾക്കാരുടെ രൂപം, പിന്നെ മൃഗങ്ങളുടെ രൂപം, പിന്നെ ക്രോക്കഡൈലിൻ്റെ പിക്ചേഴ്സ്, ടോയ്സിൻ്റെ പിക്ചേഴ്സ്, ആമ, അങ്ങനെ
പല ഇത് കാര്യങ്ങളുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ അവർ ഇത് ഫോട്ടോ എടുക്കരുത്, ഇത് പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യരുത്, ഇതിനെ മിസ്യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ ബിലീഫ് സിസ്റ്റം. ഇപ്പം നമ്മളൊരു ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലീജിയസ് റീസൺ കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ ഞാൻ ഫോട്ടോ എടുത്തില്ല. എന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ഇനി എന്തെങ്കിലും ബാഡ് എഫക്റ്റ് ഉണ്ടായാലോ എന്നുള്ള ഇതിൽ അവർ പറയുന്നുണ്ട്. അവർ ഈ അബോറിജിൻസ് പറയുന്നത് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇവിടെ തന്നെ റീബർത്ത് എടുക്കും എന്നാണ്, സെയിം സ്പോട്ടിൽ തന്നെ. സോ അതിന് വേണ്ടിയിട്ടുള്ള സം സോർട്ട് ഓഫ് ബിലീഫ് സിസ്റ്റമാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ മൗണ്ടൻസിൻ്റെ മുകളിലുള്ള ഈ റോക്കിൻ്റെ മുകളിലുള്ള പെയിൻറ്റിങ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കലി അതിൻ്റെ റീസൺസും അതിൻ്റെ വേറെ ബോട്ട്സ് ആര് എന്തെന്നൊക്കെ ഉള്ളതിൻ്റെ അവർ ചെറിയ നോട്ട്സും അതിൻ്റെ മുകളിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേയൊക്കെ പോസ് ചെയ്ത് വായിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക്, ഇൻട്രസ്റ്റഡ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർ ഹാറ്റും വാട്ടർ ബോട്ടിൽ പിന്നെ ഗൂഗിൾസ് ഒക്കെ ഇടണം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഹീറ്റ് സ്ട്രോക്കിന് ചാൻസ് ഉണ്ട്. മോർലെസ് ഡീഹൈഡ്രേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വെൽ ഇക്വിപ്ഡ് വിത്ത് വാട്ടർ എന്നൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നേരത്തെ അവിടെ വായിച്ചത്. സോ യു വിൽ സീ ഓൾ ദ ഗെസ്റ്റ്സ് ഹാവിങ് ഡാർക്ക് ഗ്ലാസ്സസ്, ഹാറ്റ്സ് ആൻഡ് ഓൾസോ ഷൂസ്. ഈ കല്ലുകളൊക്കെ കയറി സ്റ്റോൺസൊക്കെ ചിലയിടത്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, ചിലയിടത്തൊക്കെ റഫ് സ്റ്റോൺസ് നമ്മൾ റോ ആയിട്ട് കയറി പോകണം. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന സ്ഥലമാണെന്ന് മനസ്സിലായി മില്യൺസ് ആൻഡ് മില്യൺസ് ഇയേഴ്സ് അഗോ. ഈ പറഞ്ഞ എബോർജിൻസിൻ്റെ പെയിൻറ്റിങ്സും ഡേറ്റഡ് ബാക്ക് ടു മോർ ദാൻ 2000 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഇപ്പോഴും ആ പെയിൻറ് പോയിട്ടില്ല, ഇപ്പോഴും അവിടെ യാതൊരു ഫീഡിങ്ങും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ വാട്ട് എ ടൈപ്പ് ഓഫ് പെയിൻറ് ദേ മസ്റ്റ് ഹാവ് യൂസ്ഡ്, ഈ പറഞ്ഞ മെറ്റീരിയലിനെ കൊണ്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഈ സ്റ്റോൺസിൻ്റെ ഷേപ്പ് കണ്ടു. ഇത് ലൈക്ക് കനോപ്പി, ഇങ്ങനെ ഷെയ്ഡ് വീട്ടിൽ ഇപ്പോഴത്തെ മോഡേൺ കോൺക്രീറ്റ് ബിൽഡൊക്കെ കനോപ്പി ചെയ്യുന്ന മാതിരി ഓട്ടോമാറ്റിക് നാച്ചുറലി കനോപ്പി ഉണ്ട്. അതിൽ നമുക്ക് നടന്നു പോവുക, അവിടെ ഇരിക്കാം. എങ്ങനെ ഒരു ബംഗ്ലോ ഉണ്ടാക്കുന്ന അതേമാതിരി നാച്ചുറൽ ബംഗ്ലോ ടൈപ്പാണ് ഈ സ്റ്റോൺസിൻ്റെ സ്ട്രക്ചർ കാണുന്നത്. ഈ കുറേ ഈ സ്റ്റോൺസിൻ്റെ ഇങ്ങനെ ചെത്തിയെടുത്ത് മാനുവലി നമ്മൾ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നാച്ചുറലി ആയിരിക്കുന്നത്. ഇറ്റ്സ് റിയലി റിമാർക്കബിൾ. നല്ല പനോറമിക് ഗ്രീൻ വാലിയാണ് ചുറ്റുപാടുള്ളത്. ഞാൻ ഗ്രീൻ വാലി നോക്കിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും അവർ ഹിൽ ടോപ്പിൻ്റെ മുകളിൽ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് അവർ കയറുന്നതായ പിക്ചറൊക്കെ എടുത്തുകൊണ്ട് ഈ വാലി നോക്കിയിരുന്നു. ആഫ്റ്റർ 10-15 minutes ദേ അപ്ഡേറ്റഡ് മീ അവിടെ വെച്ച് എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത്. വോൾക്കനോ ഇറപ്ഷൻ്റെ ലാവയുടെ ലേ ഔട്ടോ കാര്യങ്ങളൊക്കെ നോക്കുമ്പം സ്റ്റെപ്പായിട്ട് പണിഞ്ഞതുപോലെ ഉണ്ട്. കയറാൻ എളുപ്പമാണ്, അതേമാതിരി ഇറങ്ങാനും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഈ പോയിൻറ്റ്സിലൊക്കെ ധാരാളം ഹോളിഡേ മേക്കേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ പിന്നെ അത് എൻജോയിങ് ഇറ്റ്. ഈ പറഞ്ഞ സ്കൂൾ വെക്കേഷനുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ചുറ്റുപാടും. ഇതിൽ ഇവിടുത്തെ ആൾക്കാർ ലോക്കൽസ് ഞാൻ ആരെയും അബോറിജിൻസിനെ ഈ പ്രദേശത്ത് ആരെയും കണ്ടില്ല. അതേപോലെ ക്രൊക്കോഡൈലിനെയും കണ്ടില്ല. പിന്നെ പല ബേഡ്സിനെയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ശബ്ദം ബേഡിൻ്റെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു അച്ചീവ്മെൻ്റ് കാര്യമായ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് എന്ന് പറയാം. ഈ ദിവസത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആൻഡ് വെൽ ഡൺ എന്ന് തോന്നുന്ന ഒരു സംഭവമാണിത്.
ഇത് ഞാൻ കുറച്ച് കയറാൻ പ്രയാസമുള്ളതെന്ന് കാണുമ്പോൾ മടിച്ചു കളയും. ആ സമയത്ത് ഇതിനെ പറ്റിയിട്ട് പിന്നീട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് എനിക്കും കയറായിരുന്നു എന്ന് തോന്നും. സോ ദാറ്റ് ഈസ് ദി സാഡ് ആൻഡ് ഫണി പാർട്ട് ഓഫ് ദ ഡേ ട്രിപ്പ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഡേ 2 ആയിട്ട് ഞാൻ വീണ്ടും വരും. ആൻഡ് ഐ ഹോപ്പ് all of you are enjoying it. Bye.